ഞാനിന്നേ കുറച്ച് തൈര് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേ. നമ്മൾ സാധാരണ തൈര് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ പാല് നല്ലവണ്ണം കാച്ചി ചൂടാക്കി വെച്ചിട്ട് അതിൽ ഒരല്പം തൈരിൻ്റെ ഉറ ഒഴിച്ചു കൊടുത്താണ് നമ്മൾ സാധാരണ തൈര് ഉണ്ടാക്കുന്നത് അല്ലേ. അല്ലെങ്കിൽ നാരങ്ങ ഒഴിച്ചിട്ട് ആണെങ്കിലും നമുക്ക് തൈര് ഉണ്ടാക്കാം. പാല് കാച്ചി വെച്ചതിന് ശേഷം ഒരു നാരങ്ങയുടെ നീര് ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് തൈര് കിട്ടും. എന്ന് ഞാൻ വേറൊരു രീതിയിലാണ് ഞാൻ തൈര് ഉണ്ടാക്കിയത്. ഇതാണ് ഞാൻ ഉണ്ടാക്കിയ തൈര്. കണ്ടോ, നല്ല കട്ട തൈര് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഒരല്പം പോലും വെള്ളമില്ലാതെ നല്ല തൈര് കിട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ 2 മണിക്കൂർ കൊണ്ട് കിട്ടിയ തൈരാണിത്. ഇതെങ്ങനെയെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാമേ. അതിന് ഞാൻ എടുത്ത സാധനം എന്താണെന്ന് വെച്ചാൽ ഇച്ചിരി വിനാഗിരിയാണ്. ഈ വിനാഗിരി ഇതിൻ്റെ ഇതിന് ഒരടപ്പ് വിനാഗിരി 1 ഗ്ലാസ് പാലിൽ ഞാൻ ഒഴിച്ചതാണ്. നമ്മൾ വിനാഗിരി ഒഴിക്കുമ്പോൾ പാല് നല്ലവണ്ണം തണുപ്പിച്ചതിന് ശേഷം മാത്രമേ വിനാഗിരി പാലിൽ ഒഴിക്കാവൂ. നാരങ്ങയൊക്കെ ഒഴിക്കാൻ വിചാരിച്ചു, പക്ഷേ നാരങ്ങയോ നമ്മുടെ തൈരിൻ്റെ ഉറയോ ഒഴിച്ചാൽ 12 മണിക്കൂർ കഴിഞ്ഞാലേ നമുക്ക് തൈര് കിട്ടത്തുള്ളൂ. എന്നാൽ വിനാഗിരി ഒഴിക്കുമ്പോൾ ഒരു 2 മണിക്കൂർ, ഞാനിത് ഒഴിച്ചിട്ടെടുത്തപ്പോൾ 2.5 മണിക്കൂർ കൊണ്ട് എനിക്ക് ഇത്രയും നല്ല കട്ട തൈര് കിട്ടി. സാധാരണ നമുക്ക് 12 മണിക്കൂർ അല്ലെങ്കിൽ മാക്സിമം ഒരു 8 മണിക്കൂറെങ്കിലും ആയാലേ നമുക്ക് നല്ല കട്ട തൈര് കിട്ടത്തുള്ളൂ. പക്ഷേ വിനാഗിരി ഒഴിച്ചപ്പോൾ 2-2.5 മണിക്കൂർ കൊണ്ട് തന്നെ കണ്ടോ, നല്ല അടിപൊളി കട്ട തൈര് എനിക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നല്ല അടിപൊളി തൈര്, നല്ല പുളിപ്പും ഉണ്ട്. നമ്മൾ സാധാരണ തൈരിൻ്റെ ഉറ ഒഴിച്ച് ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഉള്ള തൈര് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പാല് ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് പറഞ്ഞാൽ പാല് നല്ലവണ്ണം തണുത്തതിന് ശേഷം മാത്രമേ ഒഴിക്കാവൂ. ചൂട് പാലിൽ ഒരിക്കലും വിനാഗിരി ഒഴിച്ചാൽ അത് പിരിഞ്ഞു പോവും. പക്ഷേ പാല് തണുപ്പിച്ചതിന് ശേഷം നിങ്ങൾ ഒരു ഗ്ലാസ് പാലിന് 1 സ്പൂൺ അല്ലെങ്കിൽ ഒരു കുഞ്ഞു സ്പൂൺ അല്ലെങ്കിൽ വിനാഗിരി ഇതിൻ്റെ തന്നെ ആ ബോട്ടിലിൻ്റെ ഒരടപ്പ് വിനാഗിരി ഒഴിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളി തൈര് നമുക്ക് കിട്ടും. അപ്പോൾ ഇനി തൈര് ഉണ്ടാക്കാനായിട്ട് തൈര് നമുക്ക് പുറത്തുനിന്ന് വാങ്ങേണ്ട, ഒരല്പം പാലുണ്ടെങ്കിൽ തന്നെ നമുക്ക് പെട്ടെന്ന് തൈരുണ്ടാക്കി നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് അയയ്ക്കുക. ഓക്കെ, ബൈ.